ഹലോ, നമുക്കൊരു ക്ലീനിങ് വ്ളോഗ് കണ്ടാലോ? കുറേ കാലമായിട്ടോ ഈ കിച്ചണൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഷെൽഫാണ് കേട്ടോ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം പൊടികളൊക്കെ എടുത്ത് മാറ്റി. അതിന് മുമ്പ് ഞാൻ ഈ ചെടിയില്ലേ, നമ്മളെ മണി പ്ലാന്റ്, ആ ചെറിയ ജനലിൻ്റെ മുകളിൽ കൂടിയായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്, ഗ്ലാസ്സുകളിലാക്കിയിട്ട്. അതെല്ലാം ഞാൻ ആദ്യം തന്നെ ഒരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ എൻ്റെ പാത്രങ്ങൾ വെക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ ടിന്നുകൾ വെക്കുന്ന ആ ഒരു ഷെൽഫ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്തു. ആദ്യം പേപ്പറുകളൊക്കെ മാറ്റി ഓരോ ഷെൽഫ് മാറ്റുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്ത്, പിന്നെ കഴുകാനുള്ള കുപ്പികളൊക്കെ മാറ്റി വെച്ച്, തലേ ദിവസം തന്നെ ഞാൻ കുപ്പികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം ഞങ്ങൾ പുതിയ കോഴിക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ പണി ഏട്ടൻ ചെറുതായിട്ട് സൈഡ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പൂജാ റൂമിൻ്റെ പലകയൊക്കെ കട്ട് ചെയ്തപ്പോൾ ഉള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത് കുറച്ചധികം മുമ്പ് എടുത്ത് വെച്ച വ്ളോഗാണ്, പക്ഷേ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. പിന്നെ ഒരു വിധം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് ഓരോ പാത്രങ്ങളും തുടച്ചും വൃത്തിയാക്കിയൊക്കെ അതിൻ്റെ അകത്തെടുത്ത് വെച്ചു. പിന്നെ ബാക്കി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ സിങ്കിലെടുത്തിടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏട്ടൻ മരമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നമ്മളെ പൂജാ റൂം സെറ്റ് ചെയ്യാനുള്ള ഒരു പലകയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ കിച്ചൺ ഷെൽഫ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചധികം പാത്രങ്ങളാണ് കേട്ടോ കഴുകാനുള്ളത്. ഈ ഒരു ഏരിയ ക്ലിയറായി. അപ്പോൾ സിങ്കിൻ്റെ ഈ കിടക്കുന്ന ഈ പാത്രം മൊത്തം നമുക്ക് കഴുകി ക്ലീൻ ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും അതൊക്കെ കഴുകി. പിന്നെ ദോശമാവ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങളൊരു പനിയാരമൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇത്രയൊക്കെയുള്ള ഈ ഒരു വ്ളോഗ്. അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ.